ടുഡേ ഈസ് ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ക്ലാസ്സിലാട്ടോ, പക്ഷെ പതാക ഉയർത്തലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കോളേജിൽ പോകണം. ഒരു 7:45 ആയിട്ടുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളോട് ചെല്ലണമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇറങ്ങിയത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ട്. അത് കോളേജിൽ നിന്നാട്ടോ, കോളേജിൽ മെസ്സിൽ നിന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ട് തരാറുണ്ട്. ഇപ്പം ഇന്ന് കോളേജിൽ നിന്നാണ്. ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങളുടെ മെനു ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ കോഫി, ചായ, അത് എല്ലാ ദിവസവും ഉള്ളതാട്ടോ. ഫുഡിൻ്റെ മെനു ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇഷ്ടമായിട്ടോ സാമ്പാർ ചട്നി കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ചട്നി ഇങ്ങനെ അവർ ചൂടാക്കാത്ത പോലെ ഇരിക്കും. അത്ര വൃത്തിയുടെ ചൊവയൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. കുറേ പേര് ബാഗും പ്ലേറ്റും ഒന്നും എടുക്കാതെ ആട്ടോ വന്നത്. ബട്ട് ഞാൻ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്ലേറ്റും കപ്പും പിന്നെ ഒരു കുപ്പി വെള്ളം, എൻ്റെ ഫോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് പ്ലേറ്റ് ഉണ്ടോ എന്നൊക്കെ ആരോട് ഞാൻ ചോദിച്ചെടുക്കുന്നത് രാവിലെ തന്നെ അത്ര സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ പിന്നെ ഇവിടെ പോയി ഒരു കുപ്പി വെള്ളം അതെനിക്ക് നിർബന്ധമാണ്. അതെന്താ ആകെ 2 മിനിറ്റ് പറഞ്ഞ വീഡിയോ. ഇതിൽ ഇനി കുറച്ച് കഴിഞ്ഞ് പറയുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണിയെന്ന് പറഞ്ഞിട്ട് 9:30 ആയപ്പോഴാണ് ഇവർ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ആയത്. ക്ലാസ്സിൽ കയറാൻ ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഞങ്ങളെ ചീത്ത പറയുന്ന ടീച്ചേഴ്സാണ്. അവരൊരു പ്രോഗ്രാം വെക്കുമ്പോൾ അവരൊരു പങ്ക്ച്വൽ ആയിട്ടൊരു കാര്യം ചെയ്യത്തില്ല. പിന്നെ ഞങ്ങളെ ചീത്ത കൊണ്ട് എന്താ കാര്യം, ഞങ്ങൾ ഇവരെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത്. അങ്ങനെ വൈകിയാണെങ്കിൽ എന്താ പതാകയൊക്കെ ഉയർത്തി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കുറേ നേരം നിന്നോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് നല്ല തലകറക്കം ഉണ്ടായിരുന്നു. പകുതി പ്രോഗ്രാംസ് എനിക്ക് കവറാക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ക്ലിപ്സ് ഒപ്പിച്ചാണ് ഇപ്പോൾ ഇതിലിടുന്നത്. എനിക്കിങ്ങനെ എവിടെയെങ്കിലും കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് തല ഇറങ്ങും. പിന്നെ വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ വെള്ളം കുറച്ച് നേരം കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കൊന്ന് ശരിയായത്. ഇതാണ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത്. വെള്ളം ഇല്ലായിരുന്നു എന്ത് ചെയ്തേനെ. എന്നാൽ നിങ്ങൾ ഇനി കുറച്ച് നേരം ഈ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് കാണും. കുറേ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇനി എന്തായാലും ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. പിന്നെ ഇത്ര നേരം നിന്നത് ഈ മിഠായിക്ക് വേണ്ടിയിട്ട് അതും കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.